ഹലോ ഗൈസ്, ഇന്ന് ഞാൻ കബോൺ പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ കബോൺ പാർക്കിലേക്ക് പോകാൻ ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലം JP നഗർ BTM ലേഔട്ട്. അതുപോലെ എനിക്ക് കറക്റ്റ് അറിയില്ല. ബട്ട് വെഗാസിറ്റി മോള് നിയർ ബൈ ആണ്. അപ്പം വെഗാസിറ്റി മോളിൽ നിന്നാണ് എനിക്ക് ബസ് കയറേണ്ടത്. മീൻസ് ആ ഒരു സറൗണ്ടിങ്ങിലാണ്. ബട്ട് ബസ് സ്റ്റോപ്പ് അറിയാണ്ട് ഞാൻ കൺഫ്യൂസ് അടിച്ച് നിൽക്കുന്ന ഒരു സ്റ്റേജാണിത്. അപ്പം ആദ്യം ഞാൻ വെഗാസിറ്റി മോളിൻ്റെ നേരെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ പോയി. അപ്പോൾ അവിടുന്ന് ഒരു അമ്മച്ചിനോട് ചോദിച്ച് ഓപ്പോസിറ്റ് വന്നു. ഓപ്പോസിറ്റാണ് ഇപ്പം നിൽക്കുന്നത്, കാരണം വെഗാസിറ്റി മോളിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പം ഇവിടെ ഇങ്ങനെ കുറേ നേരമായിട്ട് ഞാൻ ഇങ്ങനെ ബസ് നോക്കി നിൽക്കുകയാണ്. ട്രാഫിക്കും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് എന്ന് ബസ് വരാനെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഓൾറെഡി ലേറ്റ് ആണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ പ്ലാൻ ചെയ്തത് 1:30 ഇറങ്ങണം. അല്ലെങ്കിൽ അവിടെ എത്താൻ ലേറ്റ് ആവും ട്രാഫിക്ക് കഴിഞ്ഞിട്ട്. ഇവിടുന്ന് നല്ല ദൂരം കാണിക്കുന്നുണ്ട് ആക്ച്വലി. സോ അങ്ങനെ നോക്കി സോ ഈ ആപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ എവിടെ പോയാലും മീൻസ് കുറച്ച് നാളായിട്ട് ഈ ആപ്പാണ് യൂസ് ചെയ്യുന്നത്. എവിടെ പോകണമെങ്കിലും എനിക്ക് റൂട്ട് അറിയില്ല എങ്കിൽ മീൻസ് ഏത് ബസ് എടുക്കണം, റൂട്ടും കാര്യങ്ങളും എല്ലാം ലൈവ് ലൊക്കേഷൻ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് വരും. സോ ഇറ്റ്സ് റിയലി യൂസ്ഫുൾ. കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ എക്സാക്റ്റ് നമ്മളെ കൊണ്ട് എത്തിക്കില്ല, അതെനിക്ക് മനസ്സിലായി. ഗൈസ്, ഒരു ബസ് ഇപ്പോൾ പോയി ഞാനവിടെ വന്ന് നിന്ന് ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ബസ് പോയി. ഞാനത് ചോദിക്കാൻ പോലും റെഡിയായില്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണം. ഗൈസ്, അങ്ങനെ ബസ് കിട്ടി. അതായത് JP നഗർ BTM ലേഔട്ട്. എക്സാക്ട്ലി ഞാൻ നിന്നില്ലേ, അതാണ് JP നഗർ BTM ലേഔട്ട് ബസ് സ്റ്റോപ്പ്. സോ അവിടെ നിന്നാണ് ബനശങ്കരിക്കുള്ള ബസ് വരിക. അപ്പം ഇപ്പം ഞാൻ കയറിയിരിക്കുന്ന ബനശങ്കരിക്കുള്ള ബസ്സാണ്. 6 രൂപ പോയിൻ്റേ ഉള്ളൂ. സോ അത് നിയർ ബൈ ആണെന്ന് മനസ്സിലാക്കാം. പിന്നെ അപ്പോൾ ഞാൻ കണ്ടക്ടറിനോട് ചോദിച്ചു. ആ കണ്ടക്ടർ പറഞ്ഞു ഈ അടുത്തിരിക്കുന്ന ഒരു അമ്മച്ചി അവിടെയാണ് ഇറങ്ങുന്നത്, അപ്പോൾ പുള്ളിക്കാരിയുടെ കൂടെ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. സോ അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ബനശങ്കരിയിൽ നിന്ന് പിന്നെയും നമുക്ക് വേറെ ബസ് എടുക്കണം മെട്രോ സ്റ്റേഷനിലേക്ക് എത്തണമെങ്കിൽ. ഇപ്പോൾ എന്താ നടന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കയറിയ ബസ്സിൽ ആ ബസ് ബനശങ്കരിക്കുള്ളതല്ലായിരുന്നു. അപ്പം എന്നോട് ആ കണ്ടക്ടറും ഡ്രൈവറും അതിലെ ഒരു പാസഞ്ചർ ഒരു അമ്മച്ചി എവിടെ ഇറങ്ങിക്കോ ഡയറക്ഷനൊക്കെ തന്ന എനിക്ക് ഭയങ്കര കൈൻഡ് ആൻഡ് സ്വീറ്റ് ആയിട്ട് തോന്നി. നല്ല ആൾക്കാരായിരുന്നു. ഐ ലൈക്ക് ഇറ്റ്. അപ്പം ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ബസ് സ്റ്റോപ്പ് തപ്പിയിട്ട്. അപ്പോൾ ആ ബസ് സ്റ്റോപ്പ് എവിടാണെന്ന് പോലും എനിക്കറിയില്ല. ഞാനിപ്പോൾ ഒരു വെയിലത്ത് നടക്കുകയാണ് ആക്ച്വലി. ഇപ്പം എങ്ങോട്ട് പോകണം എന്ത് നോക്കണം അറിയില്ല. ലെറ്റ്സ് സീ. ഇവിടെ മെട്രോ പില്ലർ കാണുന്നുണ്ട്. അപ്പം പക്ഷെ അടുത്ത മെട്രോ സ്റ്റേഷൻ ഇല്ല. അതാണ് വേറൊരു ദുരന്തം. ബട്ട് ഓക്കെ, ഇപ്പോൾ നോക്കാം. ഫൈനലി അങ്ങനെ ബനശങ്കരി മെട്രോ സ്റ്റേഷനിലെത്തി. സോ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ബനശങ്കരി ടു മജസ്റ്റിക് ടു കബോൺ അങ്ങനെയാണ് വരുന്നത്. സോ ഐ നീഡ് ടു ചേഞ്ച് ഫ്രം മജസ്റ്റിക് അങ്ങനെയാണ്. സോ ലൈനും മെട്രോയും ചേഞ്ച് ചെയ്യണം. ബനശങ്കരി ടു മജസ്റ്റിക് ഐ തിങ്ക് ഇറ്റ് ഈസ് ഗ്രീൻ ആൻഡ് പ്ലാറ്റ്ഫോം 1. ഇപ്പം ബനശങ്കരിയിൽ നിന്നാണ് കയറുന്നതെങ്കിൽ പ്ലാറ്റ്ഫോം 1 ആണ്. ദെൻ മജസ്റ്റിക് പ്ലാറ്റ്ഫോം 1. സോ നിങ്ങൾ പറയുക ഗൈസ്, JP നഗർ അല്ലെങ്കിൽ വെഗാസിറ്റി സറൗണ്ടിങ്ങിലുള്ളവർ എങ്ങനെയാണ് കബോണിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്? പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്. സോ വി ജസ്റ്റ് റീച്ച്ഡ് ഇൻ ടു മജസ്റ്റിക് മെട്രോ സ്റ്റേഷൻ. ഫ്രം ഹിയർ വി വിൽ ടേക്ക് പ്ലാറ്റ്ഫോം 1 ടുവേർഡ്സ് വൈറ്റ്ഫീൽഡ്. യെസ്, യാ. സോ ഞാൻ കബോൺ പാർക്ക് മെട്രോ സ്റ്റേഷനിലെത്തി. സോ ഇവിടുന്ന് നിയർ ബൈ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഓൾറെഡി ലേറ്റാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞു 5 മണി വരെ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. ഐ ഡോണ്ട് നോ വെദർ ദേ ആർ ഗോയിങ് ടു എക്സ്റ്റെൻഡ് ഓർ നോട്ട്, ബട്ട് സ്റ്റിൽ ഐ ഹാവ് ടു ബി ഏർലി ഓൺലി ഐ ക്യാൻ എക്സ്പ്ലോർ ദ തിങ്സ്. സോ ഈ ഒരു മെട്രോ സ്റ്റേഷനിൽ ഫസ്റ്റ് ടൈമാണ്. ഗൈസ്, ഇത് നോക്ക്, ഈ 2 വോൾ സൈഡിൽ ഫുൾ പെയിൻറ്റിങ്സ് ആണ്. ആൻഡ് ഐ റിയലി ലവ് ടു സീ പെയിൻറ്റിങ്സ്. എത്ര ബ്യൂട്ടിഫുള്ളാണോ അതുമല്ല. ബാംഗ്ലൂരിൽ എവിടെ ചെന്നാലും നമുക്കിങ്ങനെ കുറേ പെയിൻറ്റിങ്സ് ആണ് സ്ട്രീറ്റിൽ. അപ്പം ഞാൻ പാർക്കിലെത്തി. ഇപ്പം ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ നടക്കാൻ സമയമില്ല.
ബാൽഭവന സെക്യൂരിറ്റിനോട് ഞാൻ ചോദിച്ചതാണ്. അപ്പം ഈ സൈഡിൽ കൂടെ നടന്നാൽ മതി എന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. ഓൾറെഡി 5 മണി വരെ ഉള്ളൂ ഇവിടെ. 5 മണി വരെ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് നേരം സ്പീഡിൽ പോകാം. പക്ഷെ എൻ്റെ നടപ്പിനെ നമുക്ക് നോക്കാം. ഫീലിംഗ് അങ്ങനെ അവിടെ എത്തി ഗൈസ്. proud of you, Arya, because I made it fine. ആദ്യമായിട്ടൊന്നുമല്ല ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നതൊക്കെ, ബട്ട് സ്റ്റിൽ അങ്ങനെ നടന്ന് ഇങ്ങനെ പോവാണ്. ഒരു സൈൻ ബോർഡ് ശരിക്കും പ്രോപ്പറായിട്ട് കാണുന്നില്ല. അവിടെ നിന്ന് നടന്ന് ഇങ്ങനെ നടക്കുകയാണ്. ഒരു സൈൻ ബോർഡ് ആക്ച്വലി ബാക്കിൽ കണ്ടിരുന്നു, ഇപ്പം ഒന്നും കാണുന്നില്ല. സോ ഞാൻ ഒരു ഉദ്ദേശം വെച്ചിട്ട് നടക്കുകയാണ്. വേറൊരു വഴിയും കാണുന്നില്ല ഇവിടെ. അതുകൊണ്ട് long queue as I expected. Okay, എന്താണെങ്കിലും whatever, I am going to explore. സോ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എടുക്കണം. 30 rupees ഫോർ ടോയ് ട്രെയിൻ ആൻഡ് 20 rupees ഫോർ എൻട്രൻസ്. അങ്ങനെയാണ്. എന്താണെങ്കിലും ഐ എം ഗോയിങ് ടു എക്സ്പ്ലോർ. ബോട്ടിനുള്ള സെപ്പറേറ്റ് ആണ്. നല്ല തിരക്കാണ്.
ട്രെയിൻ കൊള്ളാം. കാരണം നമുക്ക് ഈ പാർക്ക് എന്തൊക്കെയുള്ളതെന്ന് നമുക്കിങ്ങനെ പാർക്കിൽ എന്തൊക്കെയാണുള്ളത് എവിടേക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. ബട്ട് കാണാൻ പീസ്ഫുള്ളാണ്. നമ്മളിന്ന് സ്പീഡിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് വൈബ് ചെയ്ത് ഇങ്ങനെ പോകും. ഓക്കെ, അങ്ങനെ ഇതാണ് ഞാൻ കയറിയ ട്രെയിന്. ഞാൻ ഇറങ്ങി, ഇപ്പോൾ വേറെ ആൾക്കാർ പോകുന്നത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. സോ ഇനി നെക്സ്റ്റ് ബോട്ടിങ് കയറാനാണ്. ഞാൻ അടുത്ത് തപ്പണം, എവിടെയാണെന്ന് അറിയില്ല. എവിടെയെങ്കിലുമൊക്കെ സൈൻ ബോർഡ് കാണും. സോ അത് തപ്പുകയും നടക്കുകയാണ് ഞാൻ. സോ ഈ ടോയ് ട്രെയിൻ ആക്ച്വലി എനിക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല. ഞാൻ നിൽക്കുകയായിരുന്നു, ഏറ്റവും ബാക്കിൽ നിൽക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അത്രയ്ക്ക് തിരക്കായിരുന്നു. ഫുൾ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അവിടെ ഒറ്റയ്ക്ക് വന്നത്. ഓക്കെ, എനിവേ ഓക്കെ, ഐ എം ഓൾമോസ്റ്റ് നിയർ ടു ബോട്ട്. കുറച്ച് ആൾക്കാരോട് മാറിയാൽ എനിക്ക് ബോട്ടിൽ കയറാം. സോ എന്ത് രസമാണ് ക്ലൈമറ്റ്. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ് എന്ന് പറയാം. ഞാൻ ലേറ്റ് ആവുമെന്ന് കരുതി, പക്ഷെ കറക്റ്റ് വെതർ, ആ കറക്റ്റ് ടൈമിങ്ങിലാണ് ഞാൻ വന്നത്.
അങ്ങനെ ബോട്ടിങ് കഴിഞ്ഞു ഗൈസ്. അങ്ങനെ എൻ്റെ 2 ബക്കറ്റ് ലിസ്റ്റും ഞാൻ ഫിനിഷ് ചെയ്തു. എനിക്ക് കമ്പൈൻ പാർക്കിൽ ഞാൻ വരുമ്പം എനിക്കെന്താ ടോയ് ട്രെയിനും ബോട്ടിങ്ങും ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ട്രൈ ചെയ്യണമെന്ന്. അതേതായാലും നടന്നു. ഇനി ഞാൻ ഓർക്കുന്നത് എന്താ, ഇത് കാണാൻ നല്ല രസമില്ലേ, മറ്റേ സ്പ്രിങ് സീസണിലെ സംഭവം പറയുന്നത് കോട്ടനാണ് ഫുള്ള് പണി. ഓക്കെ, ഇതൊക്കെ എത്രയോ വർഷം കഴിക്കുന്നു. അപ്പം ഞാനിങ്ങനെ എന്താ നടക്കാമെന്ന് കരുതി. എന്താ നല്ല ക്ലൈമറ്റ്. ആക്ച്വലി ശരിക്കും ഞാൻ ലേറ്റ് ആകും എന്നാണ് കരുതി. കാരണം ഞാൻ റീൽസും വീഡിയോസെല്ലാം നമ്മൾ ഒന്ന് റിസർച്ച് ചെയ്തിട്ടായിരിക്കുമല്ലോ എന്താണേലും വരുന്നത്. അപ്പം അങ്ങനെ എന്താ ഓൾറെഡി ഞാൻ ഇറങ്ങിയത് ലേറ്റായി. പിന്നെ ആ കൂടെ ട്രാഫിക്കും എല്ലാം കൂടെ വന്നപ്പോൾ ഞാൻ ഓർത്തു 5 മണി വരെ ഉള്ളൂ എന്നാണ് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ അറിഞ്ഞത്. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി. എനിക്ക് ആകെ ആ 2 ട്രൈ ചെയ്യാണ്ട് ഇവിടെ ഇത്രയും ദൂരം വന്നിട്ട് പക്ഷെ ഇപ്പം എനിക്കത് 2 ഫിനിഷ് ചെയ്യാൻ പറ്റി. എന്താ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്ലൈമറ്റ്. നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഓവർ അവിടെ ആയിരുന്നു ബോട്ടിങ് ചെയ്തത്. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. അപ്പം ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, സോൾ ഡേയ്സ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഓൾവേസ് സോളോ. ഇവിടെയൊക്കെ പാമ്പ് കാണുമായിരിക്കും നമുക്ക് നടന്നല്ലെങ്കിൽ. ഓക്കെ, ബോൺ പാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ലോങ് സ്റ്റോറിയാണ്. ബിക്കോസ് ഞാൻ പഠിച്ചതൊക്കെ ഇവിടെ ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഗോയിങ് ടു ബി മൈ 4th year ഇൻ ഹിയർ ഇൻ ബാംഗ്ലൂർ. സോ ആ ടൈം തൊട്ട് നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ പ്ലാൻ ചെയ്ത ഒരു സ്ഥലമാണ് കബോൺ പാർക്ക്. പക്ഷേ ഇത്രയും വർഷമായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല ഒരു തവണ പോലും. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഫൈനലി ഐ എം ഹിയർ, ദാറ്റ് ടു ഐ എം ഇൻ ലൈക്ക് എ സോളോ. Of course it's a sole date, but still I never I have never expected that I would be coming here as an all alone. So അത് ഒരു actually it is surprising me, but still I am really grateful for that, my decision that I have made. Anyway, so അതാണ് വേറൊരു സത്യം. നമ്മൾ എന്തോരം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ വരാൻ ആലോചിക്കായിരുന്നു ഇങ്ങനെ നടക്കുമ്പം. ഫ്രണ്ട്സെല്ലാം കൂടിയിട്ട് ബാംഗ്ലൂരിൽ കുറേ പ്ലേസസ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യും. എന്നാൽ വളരെ കുറച്ച് സ്ഥലങ്ങളിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പോകാൻ പറ്റിയിട്ടുള്ളത്. അതിപ്പോൾ എൻ്റെ സ്വന്തം നേറ്റീവാണെങ്കിലും ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ നേറ്റീവും ബാംഗ്ലൂരും വെച്ച് നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂരിലായിരിക്കും ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവുക. സോ ദാറ്റ് ഈസ് റിയലി ഫണി. എൻ്റെ അപ്പം ബോട്ടിങ്ങിന് പോകുന്ന വഴിക്ക് നമുക്ക് കർണാടക സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ടൂറിസം എന്ന് പറഞ്ഞ് അവരുടെ കർണാടക ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ് അവരുടെ ഒരു റെസ്റ്റോറൻറ്റ് പോലെ ഒരു സെറ്റപ്പ് ഉണ്ടത്. അപ്പോൾ ഇതാണ് ആ ഒരു ഏരിയ. അപ്പോൾ ഇത് ഗവൺമെൻറ് തന്നെ നമുക്ക് ആൾക്കാർക്ക് വേണ്ടി, പൊതുജനങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഈ പാർക്കിനുള്ളിൽ തന്നെ. അങ്ങനെ ഒരുപാട് ഇവിടെ ഉണ്ട്. അമൂലിൻ്റെ, നന്ദിനിയുടെയും അങ്ങനെ ഒരുപാട് നമുക്ക് ഫുഡിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടെ കുറേ ഉണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രന് വേണ്ടി തന്നെ ഒരു ഏരിയ വെച്ചിരിക്കുകയാണ്. അവർക്ക് സെൻസറി പ്ലേക്ക്, സാൻഡ് ടേബിൾ പ്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഫീച്ചേഴ്സ് തന്നെ ഒരു പാർട്ട് അവർക്ക് വേണ്ടി തന്നെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എത്ര നല്ല കാര്യമാണത് ഞാൻ ആലോചിക്കുമായിരുന്നു. കാരണം ഇതെല്ലാം ഗവൺമെൻറ്റാണ് ഇവർക്ക് കൊടുക്കുന്നത്.
നമ്മൾ നമ്മുടെ നാട്ടിൽ ഞാൻ ഇങ്ങനെ ഗവൺമെൻറ് നമുക്ക് എന്തെങ്കിലും തന്നായിട്ട് എനിക്ക് അറിയില്ല. അപ്പം ഇത് വലിയൊരു എനിക്കത് ഭയങ്കര ഒരു വലിയൊരു കാര്യമാണത് അല്ലേ. അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടി ഒരു ഏരിയ ഉണ്ട്. പിന്നെ അവിടെ 3D ഹോളോഗ്രാം ഞാൻ കണ്ടിരുന്നു. അങ്ങനെ ഭയങ്കര ക്രൗഡാണ്, ബട്ട് സ്റ്റിൽ വി ക്യാൻ എക്സ്പ്ലോർ ബൈ അവർ സെൽഫ്. അങ്ങനെ ഒരു പ്ലേസാണ്, അങ്ങനെ ഒരു സ്പോട്ടാണ് കബോൺ പാർക്ക്. പിന്നെ അപ്പം ഞാൻ ബോട്ടിങ് കഴിഞ്ഞിട്ട് തിരിച്ച് നടക്കുകയാണ്. അപ്പം ഞാൻ വന്ന വഴിയിൽ പോകണമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. വന്ന വഴി പോവുകയാണെങ്കിൽ എനിക്ക് മെട്രോ ഈസിലി ആക്സസിബിൾ ആയിരിക്കും, ബട്ട് ഐ നീഡ് ടു എക്സ്പ്ലോർ ഫർദർ മോർ. അപ്പം ഞാൻ ഓർത്തു വന്ന വഴി പോകണ്ട. ഇപ്പം അവിടെ ഒരു ഗേറ്റ് ഞാൻ കാണുന്നുണ്ട്. അപ്പം ആ വഴി ഒന്ന് പോയി നോക്കാതെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ ഐ ടുക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഇറങ്ങിയ ഗേറ്റ്. അപ്പം ആ ഗേറ്റ് ഇതുവഴി പോയാൽ ഞാൻ പോകുന്ന ആ ഒരു വഴി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ ആ വഴി പോയില്ല. അപ്പോൾ ഈ വഴി പോകാമെന്ന് വെച്ചു, അതായത് തിരിഞ്ഞു പോകാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഇപ്പം തിരിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ പോൺസൊക്കെ കാണാൻ, ഇങ്ങനെ ഭയങ്കര പച്ച കളറാണ് കേട്ടോ. എവിടെ നോക്കിയാലും ഗ്രീനറി, പോൺസ്, ഭയങ്കര രസമാണ്. എല്ലാം അത്യാവശ്യം ക്ലീനാണ്. ഞാനിപ്പോൾ കാണിച്ച ഫുഡ് ഏരിയയൊക്കെയാണ് ഭയങ്കര നല്ല, അത്യാവശ്യം ഗാർബേജ് ഉണ്ട് അവിടെ. ഫുഡ് വേസ്റ്റും കാര്യങ്ങളും ഫുള്ള് പ്ലാസ്റ്റിക് ബോട്ടിലുമൊക്കെ. ബട്ട് ഓവറോൾ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് റിയലി നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറയാം. ഇപ്പം ഞാൻ നടക്കുന്ന വഴിയൊക്കെ ആണെങ്കിലും നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. അങ്ങനെ നമ്മൾ എവിടെ പോയാലും പ്ലാസ്റ്റിക്കും ഗാർബേജും ഒന്നും കാണത്തില്ല, ബട്ട് സ്റ്റിൽ look at the cute boat. ഈ സെൻട്രൽ ലൈബ്രറി അവിടേക്ക് എൻ്റെ അടുത്ത് ഞാൻ പോയതൊന്നുമല്ല സെൻട്രൽ ലൈബ്രറി. ഇവിടെ ഞാൻ കുറേ വഴിയുണ്ട് ഗൈസ്. ആ സ്കേറ്റ് ബോർഡിങ് എക്സ്പ്ലോറേഷൻ ഇടാൻ തോന്നുന്നു 2 പിള്ളേരെ, അത് സ്കേറ്റ് ബോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് ഇതിനടുത്തായിരിക്കണം. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ലൈബ്രറി. എന്ത് പീസ്, കാം, ക്വയറ്റ് എന്നറിയാമോ. ഇവിടെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. അവിടെയാണ് സ്കേറ്റ് ബോർഡിങ് തോന്നുന്നു. ഇതുവഴിയൊക്കെ നടക്കാം. എനിക്ക് ഒന്നാമത്തെ ഒരു ഈവനിങ് വൈബെന്ന് പറയുമ്പോൾ ഉണ്ടല്ല, എന്ത് രസം. ദിസ് സൈഡ് കുറച്ചും കൂടെ കാമാണ്, ലെസ് ക്രൗഡാണ്. സൈൻ ബോർഡ് കണ്ടപ്പോഴാണ് സ്റ്റേറ്റ് ലൈബ്രറിനെ കുറിച്ച് ഓർത്തത്. അതും എൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്നു. ഞാൻ കബോൺ പാർക്കിലേക്ക് വരുന്ന പ്ലാൻ ചെയ്തപ്പോഴേ ബാൽഭവൻ ഫിക്സ്ഡ് ആയിരുന്നു. പിന്നെ ഗ്രീനറി ഒക്കെ ഒന്ന് സറൗണ്ട് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ സ്റ്റേറ്റ് ലൈബ്രറി ഉണ്ടായിരുന്നു, ബട്ട് ഹൗ കുഡ് ഐ ഫോർഗെറ്റ്.
വരാനൊന്നുമില്ല 3 മണിക്കൂറല്ലേ. ഞാൻ കണ്ട വഴിയൊക്കെ വെള്ളം കയറി വരുന്നുണ്ട്. ഇത്രയും വർഷം പഴക്കമുള്ള മരം നാണയൻ്റെ അർത്ഥം എനിക്കറിയില്ല. ഇവിടെ എല്ലാ മരത്തിലെ നമ്പറുണ്ട്. ഞാനിങ്ങ് ഹൈക്കോർട്ട് അവിടെ ഹൈക്കോർട്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ലൈബ്രറിയിലും കൂടി പോയിരുന്നെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെ കിട്ടിയേനെ. ആരുടെയും കൂടെ നഗരച്ചോട് നന്നായിട്ട് കൊള്ളാം. ഞാൻ നടന്നെത്തിയത് ഹൈക്കോർട്ട് ഓഫ് കർണാടകയിലാണ്. ഇവിടെ എത്തിയപ്പോഴാണ് ഇതെല്ലാം കബോൺ പാർക്കിനുള്ളിൽ തന്നെയാണ്. പക്ഷെ എനിക്ക് പോകേണ്ടത് സെൻട്രൽ ലൈബ്രറിയിലാണ്. അപ്പോൾ ഇനി അതെവിടാന്ന് തപ്പി കണ്ടുപിടിക്കണം. സോ അങ്ങോട്ടേയും പോയി. എങ്ങനെ കയറാം? എക്സ്പീരിയൻസ് ജസ്റ്റ് നോക്കട്ടെ ഉള്ളിലേക്ക് എൻട്രി ഉണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. ലുക്ക് അറ്റ് ആർക്കിടെക്ചർ. ഓക്കെ, ടൈമിംഗ് 7:30 PM. But in a local every Monday, every month, second Tuesday, and all general holidays. See? Okay. നോക്കാം. ആരും ഒഴിവാക്കിയല്ലോ ഇതൊക്കെ.
ലൈബ്രറി തുറന്നിട്ടില്ല. അങ്ങനെ അത് പോയി. ഇനി ഇതിൻ്റെ ഒരു ദിവസം വരാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബട്ട് ദിസ് വ്യൂ ഇസ് ഇനഫ്. ഐ മീൻ ദിസ് ഈസ് മോർ ദാൻ ഇനഫ്. ഐ വുഡ് സേ. എന്ത് ഭംഗിയാണ് ഇതുവഴി നടക്കുന്നത്. സീരിയസ്. I mean, I feel like such a relief atmosphere. Oh my god. എനിക്ക് എന്തൊക്കെയാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് വെച്ചാൽ ഭയങ്കര കാമൻ ക്വയറ്റ് എന്ന് പറയാം. എന്താണേലും ഫിക്സ്ഡ്. നെക്സ്റ്റ് ടൈം അച്ചാച്ചമ്മച്ചി വരുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് സൈഡ് ബെഞ്ചസ് ഉണ്ട്. ചുറ്റും ഈന്തപ്പനകളാണെന്ന് തോന്നുന്നല്ലേ. ഇങ്ങനെ രണ്ട് സൈഡിലും ബെഞ്ച്. കൊള്ളാം. അപ്പം ഞാൻ ഓർത്തു ഇനഫ് ഓഫ് എക്സ്പ്ലോറേഷൻ ടുഡേ ആസ് ഓഫ് നൗ. നമുക്ക് ഇനിയും വരും ഉറപ്പായിട്ടും. അപ്പം ഒരു സീൻ എനിക്ക് തോന്നുന്നതാണ് എക്സിറ്റ്. ഞാൻ എന്തിനാണ് ഇത്രയും പറയുന്നതെന്ന് വെച്ചാൽ അത്രയ്ക്ക് ക്വയറ്റ് അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ആൻഡ് ദിസ് ടൈം ഈസ്, ഹൗ കെൻ ഐ ഈവൻ എക്സ്പ്ലെയിൻ? യു ഷുഡ് കം ആൻഡ് എക്സ്പീരിയൻസ് ദിസ്. അത്ര എനിക്ക് പറയാനുള്ളൂ. ദിസ് ടൈം, ഈ ടൈമിൻ്റെ കൂടെ ആയിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ എം റിയലി പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ദാറ്റ് I could experience this, and this is just the beginning. That can I say? All I can say is now, that's all. I mean, this is just the beginning. And guys, എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. It's not just a park. Kabon Park is beyond what I have expected, what I have imagined. See, of course it is crowded, but it is more than just crowd. This is so relieving. So എല്ലാവരും വരിക, എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ, യു നോ വാട്ട് ഐ മീൻ, യു വോണ്ട് ഗെറ്റ് ബോർഡ്. ദാറ്റ് ഐ എം ഡാം ഷുവർ, ബിക്കോസ് ദർ ആർ സോ മെനി തിങ്സ് ടു എക്സ്പ്ലോർ ആൻഡ് ടു, ഈവൻ ദോ ഇഫ് യു ആർ നോട്ട് ഇൻ ടു ദാറ്റ് എക്സ്പ്ലോറിങ് തിങ്സ്, യു ക്യാൻ relieve yourself, the stress inside you. You can just burn it out. It will burn. That's all. So I'm walking towards my exit point, if I'm not wrong, because ഇന്ന് തന്നെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കുറേ എനിക്ക് വൈകിട്ടി, കുറേ വലഞ്ഞു. പക്ഷേ at the end of the day I made it. That's all. ഞാനിപ്പം നടക്കുന്ന ഈ രണ്ട് സൈഡിലും കബോൺ പാർക്കാണ്. ഓക്കെ, ഐ എം സ്റ്റിൽ ഇൻസൈഡ് ഓഫ് ദ സറൗണ്ടിങ് കബോൺ പാർക്ക്. ഐ മീൻ, ഐ ഡോണ്ട് നോ ഹൗ മച്ച് ക്വയറ്റ് and how much acres of land it is. I have to research about that. But the vibe I am getting here, even though I'm alone, I'm feeling super relaxed and calm, and that, you know,
സീരിയസ്ലി ഗൈസ്, ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ഇൻ വേർഡ്സ്. ഞാൻ ഒറ്റയ്ക്ക് അടയ്ക്കുമ്പോൾ തന്നെ എനിക്കിങ്ങനെ ഒരു പീസ് ആൻഡ് കാം, ഒരു ഹാപ്പിനെസ് ഫീൽ കിട്ടുന്നുണ്ടെങ്കിൽ imagine if you're coming with your friends, family, couples, dates, whatever it is, this is perfect. That's all I can say. See, അങ്ങനെ ഞാൻ എക്സിറ്റ് ഗേറ്റ് എടുത്തപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ഡോണ്ട് നോ അത് റൈറ്റ് ഡയറക്ഷൻ ആണോ ഒന്നും അറിയില്ല. അവിടെ ചെന്നിട്ട് ആരോടെങ്കിലും ചോദിക്കും, ഇല്ലെങ്കിൽ അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് പോകും. ഇത് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്, ഇങ്ങനെയാണ് ഇങ്ങോട്ട് വന്നതും അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങോട്ട് പോകുന്നതും. ഞാൻ ഇത്രയും വർഷമായി ബാംഗ്ലൂർ വന്നിട്ടെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും അറിയില്ല ഗൈസ്. മാപ്പ് നോക്കാണ്ട് അല്ലെങ്കിൽ ആരോടെങ്കിലും ഇനി മാപ്പ് നോക്കിയാലും ആരോടെങ്കിലും ഞാൻ ഡബിൾ ചെക്ക് ചെയ്ത് ചോദിച്ചിട്ടേ ഞാൻ ബസ്സിൽ കയറും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. സോ അതവിടെ നിൽക്കട്ടെ, അത് എങ്ങനെയെങ്കിലും കയറി പൊക്കോളും. ബട്ട് അബൌട്ട് ദ കപ്പോൺ പാർക്ക്, ദാറ്റ് വാസ് അവർ മെയിൻ സബ്ജക്റ്റ് റൈറ്റ്. എനിക്ക് തോന്നുന്നു ഞാൻ വരുന്നതും പോകുന്നതും എല്ലാം കാണിച്ച് അതിൽ കുറച്ച് ഭാഗമേ ഉള്ളെന്ന് തോന്നുന്നു കപ്പോൺ പാർക്ക്. ബട്ട് ദ മൊമെൻറ്റ് ഓഫ് ലൈഫ്, ദ എക്സ്പീരിയൻസ് ഐ ഗോട്ട്, ആ ഒരു ടൈം വാസ് റിയലി അമേസിങ്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഞാൻ വന്ന വെതറും ആ ഒരു ടൈമും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളൊരു ഈവനിങ് നോക്കിയിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. മോർണിംഗ് ഞാൻ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, അത് ഞാൻ ഒരിക്കൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബട്ട് ഇതൊരു മസ്റ്റ് ആൻഡ് ഷുഡ് സ്പോട്ടാണ്. നിങ്ങളെല്ലാവരും വരണം. നിങ്ങളെ അറിയാവുന്നവരോടെല്ലാം പറയണം, കാരണം അത്രയ്ക്ക് നല്ല സ്പോട്ടാണ്. സോ അണ്ടിൽ ദെൻ സ്റ്റേ ട്യൂൺ ആൻഡ് പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇത് ജസ്റ്റ് ഒരു ട്രയൽ ബ്ലോഗ് പോലെ കണ്ടാൽ മതി. ബൈ.